ചിന്തയ്ക്കായി ദൈവം തരുന്ന വേദഭാഗം, ആദിയിൽ ദൈവം മനുഷ്യനോട് ചോദിച്ച 3 ചോദ്യം. ഒന്ന്, മനുഷ്യനോട് ചോദിക്കുന്നു, അല്ലയോ ആദമേ, നീ എവിടെയാണ്? അതിനുശേഷം ദൈവം മനുഷ്യനോട് ചോദിക്കുന്നു, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? 3-ാം ചോദ്യം, തിന്നരുതെന്ന് പറഞ്ഞതായ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഈ 3 ചോദ്യത്തിൽ 2 ചോദ്യങ്ങൾക്ക് മനുഷ്യന് മറുപടി കൊടുത്തു. ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല. എവിടെ എന്ന് ചോദിച്ചതിന് മറുപടിയായി മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുക. നിന്റെ ശബ്ദം കേട്ട് ഭയന്നുപോയി. കാലൊച്ച കേട്ട് എനിക്ക് നിന്നെ നേരിടുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ നഗ്നനാണ്. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ ചോദ്യത്തിന് മനുഷ്യൻ ദൈവത്തോട് മറുപടി പറഞ്ഞില്ല. ദൈവം ചോദിക്കുകയാണ്, നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാണ്? അതിനുശേഷം 3-ാമത്തെ ചോദ്യത്തിനാണ് മനുഷ്യൻ മറുപടി കൊടുക്കുന്നത്, തിന്നരുതെന്ന് പറഞ്ഞതായ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിച്ചുവോ? ദൈവത്തിന് സ്തോത്രം. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളച്ചു കെട്ടിയാണെങ്കിലും മനുഷ്യൻ മറുപടി ഒരുവിധമൊക്കെ പറഞ്ഞു ഒപ്പിക്കും. എന്നാൽ ആരംഭം മുതൽ മറുപടി കൊടുക്കാത്തതായ ഒരേ ഒരു ചോദ്യം, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരാണ് പറയേണ്ടത്? അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തമാശയായിട്ട് തോന്നും. അതെന്താ ദൈവം അങ്ങനെ ചോദിച്ചത്? ഒരു നഗ്നനോട് നിന്നോട് ആര് പറഞ്ഞു നഗ്നനെന്ന്? അവന് തന്നെ കാണുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. നോക്കൂ, മനുഷ്യൻ നഗ്നനെന്ന് വേറൊരു വ്യക്തി അവനെ അറിയിക്കണം, എങ്കിലേ അവൻ്റെ നഗ്നത അവന് തിരിച്ചറിയൂ എന്ന് ദൈവം അവിടെ ഒരു തൻ്റെ ആലോചന സ്ഥാപിച്ചു. മനുഷ്യനോട് ഒരു വ്യക്തി പറഞ്ഞു. ആരാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. ആ തോട്ടത്തിലെ മൃഗങ്ങളാണോ, വൃക്ഷങ്ങളാണോ, തൻ്റെ കൂടെ ഇരിക്കുവാൻ കൊടുത്തതായ ഭാര്യയാണോ, അല്ലെങ്കിൽ സാത്താനാണോ, പാമ്പാണോ? ആരാണ് മനുഷ്യനോട് നഗ്നനെന്ന് അവനോട് പറഞ്ഞത്? അവനോട് നഗ്നനെന്ന് പറഞ്ഞത് അവൻ്റെ കണ്ണുകൾ തന്നെയാണ്. മനുഷ്യൻ ദൈവത്തോടെല്ലാം സമ്മതിക്കും, പക്ഷെങ്കിൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെക്കുറിച്ച് മനുഷ്യൻ ദൈവത്തോട് ഏറ്റുപറയുകയില്ല. മനുഷ്യർ ചെയ്തതായ പാപങ്ങൾ, പറയുന്ന പാപങ്ങൾ, ചെയ്യുന്നതായ ദുഷ്പ്രവൃത്തികൾ, കഴിഞ്ഞകാല ജീവിതങ്ങളിലെ അവസ്ഥ, നാം ചെയ്തിട്ടുള്ളതായ പാപങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് ഏറ്റുപറയും. പക്ഷെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയില്ല. മനുഷ്യൻ്റെ കാഴ്ചയെക്കുറിച്ചും അവൻ കണ്ടിട്ടുള്ള കാര്യങ്ങളെയും അത് തിരിച്ചെടുക്കുവാനും അത് പിടിച്ചെടുക്കുവാനും ഒരു മനുഷ്യർക്കും സാധിക്കുകയില്ല. അത് ദൈവസന്നിധിയിൽ ഒരു നിഗൂഢതയായ മർമ്മമായി തുടരുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും തൻ്റെ കുറ്റവാളികളിൽ നിന്ന് അവർ കണ്ട കാഴ്ചയെക്കുറിച്ച് വിശദീകരിച്ച് അത് കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെങ്കിൽ അവർ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ തെളിയിക്കുവാൻ മാർഗങ്ങൾ കണ്ടേക്കും. അവരുടെ കുറ്റങ്ങൾ ഓരോന്ന് തെളിയിച്ചെടുക്കുവാൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഓരോ ടെക്നോളജികൾ കാണും, ഓരോ കഴിവുകൾ കാണുമായിരിക്കാം. പക്ഷെങ്കിൽ മനുഷ്യൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവരണം അത് പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും സാധിക്കുകയില്ല. അത് മനുഷ്യൻ്റെ രഹസ്യമായി ഇന്നും അവശേഷിക്കുകയാണ്. ദൈവം മനുഷ്യനോട് ചോദിക്കുന്നു, നീ നഗ്നനെന്ന് നീ പറഞ്ഞില്ലേ? പക്ഷേ നീ നഗ്നനെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? 6-ാം വാക്യത്തിൽ മനുഷ്യൻ ആ ഫലത്തെക്കുറിച്ചും അതിൻ്റെ രുചിയെക്കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചും അതിൽ കൂടെ ലഭിക്കുന്നതായ ആ ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ കണ്ടു. അതിനുശേഷം മനുഷ്യൻ നഗ്നനെന്ന് അവൻ തന്നെ കണ്ടു. അവനെ തന്നെ നഗ്നനെന്ന് കണ്ടതായ കാര്യം ദൈവത്തോട് തുറന്നു പറഞ്ഞില്ല. ആ തുറന്നു പറയാതിരുന്നതായ ആ വിഷയം അവൻ്റെ ജീവിതത്തിൽ വളർന്ന് ആത്മീക ജീവിതത്തിലും ആ വിഷയം പടർന്നു കയറി. ഉൽപ്പത്തി പുസ്തകത്തിന് ശേഷം വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ലവോദിക്യ സഭയ്ക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ അനേക സഭകളെ കുറിച്ചുള്ളതായ ദൂതിന് ഇടയ്ക്ക് ലവോദിക്യ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ കുരുടനാണ്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് അവൻ കുരുടനായത്? അവൻ വിശ്വാസിയല്ലേ, ഒരു സഭയിൽ എണ്ണപ്പെട്ട വ്യക്തിയല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ. അവനെ പേര് പറഞ്ഞ് വിശുദ്ധന്മാരെന്നൊക്കെ വിളിക്കുന്ന ഒരനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അനേക നടത്തിപ്പുകാരും ദൂതന്മാരും ഉൾക്കൊള്ളുന്ന ഒരു സഭയല്ലേ, അവിടുത്തെ ഒരു വിശ്വാസിയല്ലേ, ഒരംഗമല്ലേ. പക്ഷെങ്കിൽ ദൈവം അവനോട് പറയുകയാണ്, നീ കുരുടനാണ്. നീ കുരുടനാകിയാൽ നിന്റെ നഗ്നതയുടെ ലജ്ജ നിനക്ക് കാണുവാൻ കഴിയുന്നില്ല, അത് നിന്റെ മുൻപിൽ വെളിപ്പെടുന്നില്ല.
ഒരു കാലത്ത് നിന്റെ നഗ്നത നിനക്ക് വെളിപ്പെട്ട കാലമുണ്ടായിരുന്നു. അപ്പോൾ ദൈവം നിന്നോട് ചോദിച്ചു, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? പക്ഷെങ്കിൽ നീ ദൈവത്തോട് അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചില്ല. നിന്റെ ജീവിതത്തിൽ അത് രഹസ്യമാക്കി വെച്ചു. ആ രഹസ്യം നിന്നിൽ വളർന്നു. അത് നിന്റെ ആത്മീയ ജീവിതത്തിലും കടന്നു വന്നതിന് ശേഷം നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യനല്ലാതെ നിന്നെ കുരുടനാക്കി. ആത്മീക ജീവിതത്തിലെ കുരുടൻ. ഭൗമിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലുമുള്ളതായ കാഴ്ചപ്പാടുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് നീ ഉഷ്ണവാനുമല്ല തീഷ്ണവാനുമല്ലാത്തതായ ഒരു വല്ലാത്തൊരു മിക്സർ പരുവത്തിൽ, നിന്നെ ശീതോഷ്ണവാനാക്കുന്നതായ ഒരു പരുവത്തിൽ നിനക്ക് രൂപം നൽകി. അങ്ങനെ ദൈവം നിന്നെ ഉമിണ്ട് കളയുന്നവനാക്കി നിന്നെ മാറ്റി. എന്താണെന്നറിയാമോ? ഭൗമിക ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ മറച്ചു വെച്ചിട്ട് ആ മറച്ചുവയ്ക്കൽ സ്വഭാവം, നിന്റെ കാഴ്ചപ്പാടുകളെ വെളിപ്പെടുത്താത്തതായ സ്വഭാവം ആത്മീക ജീവിതത്തിലും കൊണ്ടുവന്നു. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ദൈവം ഒടുവിൽ അവനോട് പറയുകയാണ്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തതിനാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും ഉമിണ്ട് കളയുവാൻ പോകുന്നു. ഉടനെ ദൈവത്തിന്റെ ദയ വീണ്ടും വെളിപ്പെടുകയാണ്. ദൈവം അതുകൊണ്ട് അവനോട് പറയുകയാണ്, നിന്റെ കുരുടിന് തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം. ആ ട്രീറ്റ്മെന്റിനായി ഒരു പ്രിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുകയാണ്. എന്താണ് കൊടുക്കുന്നത് അറിയാം? നീ എൻ്റെ കയ്യിൽ നിന്നും ലേപം വാങ്ങി നിന്റെ കണ്ണിൽ പുരട്ടുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. എന്താണ് ഈ ലേപം എന്ന് പറയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നീ മറച്ചു വെച്ചിരിക്കുന്നതായ രഹസ്യങ്ങളെ മുഴുവനും പുറത്തു കൊണ്ടുവന്നതിന് ശേഷം നിന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാക്കി, നിന്റെ കാഴ്ച ശുദ്ധിയുള്ള കാഴ്ചയാക്കി, നിന്റെ കുറവുകളെ നീ തുറന്ന് സമ്മതിക്കുന്നവനാക്കി മാറ്റി. അങ്ങനെ മാറ്റിയതിന് ശേഷം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ പറയാണ്, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ലവോദിക്യ സഭയിൽ കൂടെ മനുഷ്യരുടെ ജീവിതത്തിലെ ആത്മീക ജീവിതത്തിലെ കുരുടന്മാരെ ദൈവം വെളിപ്പെടുത്തിയതിനു ശേഷം അതിന് ട്രീറ്റ്മെന്റ് ശുപാർശ ചെയ്തു. അവന്റെ കുരുടിനെ മാറി തുറന്നിരിക്കുന്ന സ്വർഗം കാണുവാൻ ദൈവം അവനെ പ്രാപ്തനാക്കി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഈ പ്രഭാതത്തിൽ ചോദിക്കുകയാണ്, അനേകം നഗ്നതകളെയും കുറവുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ ദൈവത്തോട് നീ ഏറ്റുപറയാറുണ്ട്. നീ നഗ്നനാണെന്ന് ദൈവത്തോട് നീ സമ്മതിച്ചു. നീ അതിനുവേണ്ടി നിന്റെ കഴിവിനനുസരിച്ച് അത്തിയില കൂട്ടിത്തുന്നി നീ നിന്റെ നഗ്നത മറച്ചു. അത് നിന്റെ കഴിവാണ്, നിന്റെ പരിശ്രമമാണ്, നിന്റെ കടപ്പാടാണ്. നീ അത് ചെയ്തു. പക്ഷെങ്കിൽ ഒരു കാര്യം ദൈവം ചോദിക്കുന്നു. എന്താണെന്നറിയാമോ? നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? അനേകം മറുപടികൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീ സമ്മതിച്ചിട്ടുണ്ട്. നിന്റെ പാപങ്ങളെക്കുറിച്ച് ധാരാളം ഏറ്റുപറച്ചിലുകൾ നടത്തി. പക്ഷെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ദൈവത്തോട് നീ സമ്മതിച്ചിട്ടില്ല. നീ കണ്ട കാര്യങ്ങൾ പലതുണ്ട്. ആ കാഴ്ച നിന്നെ പലത് ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിച്ചു. അനേക ദുഷ്പ്രവൃത്തികൾക്ക് ആധാരമാക്കി നിന്റെ കണ്ണിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ അനേക ആ നിലപാടുകളാക്കി മാറ്റി. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന, എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന വ്യക്തി നിനക്ക് പേരുണ്ടെങ്കിലും ശീതവാനല്ല ഉഷ്ണവാനുമല്ല. ഉഷ്ണവാനെ കാണുമ്പോൾ ഉഷ്ണവാനോട് കൂടുന്നു, ശീതവാനെ കാണുമ്പോൾ ശീതവാനോട് കൂടുന്നു. ഇത് രണ്ടുമല്ലാത്തൊരു പരുവം. ദൈവത്തിന് നിന്നെ കൈകാര്യം ചെയ്യുവാനും സ്നേഹിക്കുവാനും തള്ളിക്കളയുവാനും കഴിയാത്ത ഒരവസ്ഥ. ദൈവവും ഭാരപ്പെട്ടു. ഒടുവിൽ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്, നീ എൻ്റെ കയ്യിൽ നിന്നും ലേപം വാങ്ങി നിന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാക്കണം. നിന്റെ കുരുട്ടിനൊരു ട്രീറ്റ്മെന്റ് വേണം. ആ കുരുട്ടിന് ട്രീറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്താണെന്ന് അറിയാമോ? ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ദേഹിയുടെ വളർച്ച നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയായി. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ദൈവത്തോട് ഉത്തരം പറയാതെ അനേക രഹസ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വരുമാറാക്കുന്നത്. ആ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ രഹസ്യങ്ങളാക്കി വരുമ്പോൾ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും കുടുംബങ്ങളും മാതാപിതാക്കളും നടത്തിപ്പുകാരും അല്ലെങ്കിൽ മറ്റുള്ളതായ ശ്രേഷ്ഠ പുരോഹിതന്മാരും സഹവിശ്വാസികളും നമ്മുടെ സമൂഹത്തിലും അയൽവക്കങ്ങളും എന്ന് വേണ്ടപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും കുടുംബജീവിതത്തിലും എല്ലാ സകല ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രഹസ്യങ്ങളുടെ കൂമ്പാരമായി അത് ഭവിക്കും. ഒരു ദിവസം നാം കുരുടന്മാരായി മാറും. ദൈവം ഈ പ്രഭാതത്തിൽ കുരുടന്മാരെ ചികിത്സിച്ച് സൗഖ്യമാകുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ രക്തം നിന്നെ സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കുമ്പോൾ നീ ശുദ്ധിയുള്ളവനായി സ്വർഗം തുറന്നിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്നതായ ദൈവത്തിന്റെ വിളിയെ കേൾക്കുവാൻ യോഗ്യതയുള്ള ഒരു ദേഹിയായി ദൈവം നിന്നെ ഈ പ്രഭാതത്തിൽ മാറ്റുമാറാകട്ടെ. ഗഡ് ബ്ലെസ് യു.